ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സേതു പല്ലവിക്ക് രക്ഷകനായിട്ട് അവിടെ വന്ന് എത്തിയല്ലോ. ആ വന്ന് എത്തിയതിനെ പറ്റി അവിടെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞു നടക്കുന്ന ഒരു മിസ്സുണ്ടല്ലോ. ആ പുള്ളിക്കാരി ഇങ്ങനെ നമ്മുടെ അനിമിസിനോട് പറയുക, ഇതൊക്കെ അവർ തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ പല്ലവിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറുടെ ഒരു ഇതിൽ അയാൾ ഇവിടെ കയറി വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സേതു സാറ് വരട്ടെ, അതിനിപ്പം മിസ്സിനെന്താണെന്ന് ചോദിക്കുക. ആ ഇന്ദ്രജിത്തിൽ നിന്ന് പല്ലവിയെ രക്ഷിക്കണം, അതിനാ സേതുവിൻ്റെ ഈ വരവ്, അതിനൊരു സംശയമില്ല. ഒരു കാമുകന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെ, സേതു ഒരു നല്ല കാമുകനും പല്ലവി നല്ലൊരു കാമുകിയാണെന്ന് നമ്മുടെ ആനിമിസ്. ഇപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ആ കലിയങ്ങ് അടങ്ങിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആനിമിസ് അങ്ങ് പോവുക. ഈ പുള്ളിക്കാരി ചമ്മി വിളറി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. പല്ലവി എന്നിട്ട് ഇങ്ങ് പോരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ചായ കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നിങ്ങൾ കുടിച്ചോളാൻ പറഞ്ഞു പല്ലവി. അതും പറഞ്ഞു പല്ലവി അവിടെ നിന്ന് അങ്ങ് പോയി. ഈ പുള്ളിക്കാരിയാണ് പല്ലവി അടിമുടി നോക്കി ഇങ്ങനെ നിൽക്കുക. ഇങ്ങോട്ട് വാ ടീച്ചറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനിമീസ് പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് തുള്ളിച്ചാടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു കയറി എല്ലാം വലിച്ചെറിഞ്ഞിങ്ങനെ, ഞാൻ എവിടെ ചെന്നാലും അവൻ, ആകാശത്തിന് കീഴിൽ എവിടെ ചെന്നാലും അവനാണെന്ന് പറഞ്ഞിങ്ങനെ തുള്ളുമ്പോൾ അമ്മ വന്നു. നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സേതുമാധവനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. മതിൽ പോലെ നിൽക്കുക, അവളുടെ മുന്നിൽ തൊടാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇന്ദ്രൻ തൊട്ട് അന്നേരം അവൻ തടയും. ഇത് കേട്ടപ്പോൾ അമ്മയുടെയും കിളി പോയി കേട്ടോ. അമ്മേ ഞാനല്ലേ അമ്മേ അവളുടെ ഭർത്താവ്, എനിക്കല്ലേ അമ്മേ അവളിൽ അവകാശം? അല്ല അമ്മേ, പക്ഷെ അവൾക്ക് അവനെ മതി. ഞാൻ പിന്നെ എങ്ങനെ സഹിക്കും? കൊല്ലും, ഞാനവനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് പിച്ചാത്തി എടുത്ത് ഇങ്ങനെ തള്ളയുടെ നേരെ ഇങ്ങനെ വെച്ച് നീട്ടുക. അയ്യോ, തള്ള ഞെട്ടിപ്പോയി. ഒരൊറ്റ കേറ്റിന് തീരും. ഇന്ദ്ര, നീ എന്തീ കാണിക്കുന്നേന്ന് ചോദിച്ചു. അപ്പം അമ്മ പേടിച്ചല്ലേ? പക്ഷെ അവന് പേടിയില്ല, അവനൊരു പേടിയില്ല അമ്മേ. പ്രേമല്ലേ അമ്മേ, കാമുകയല്ലേ, പക്ഷെ അവനൊരു പേടിയില്ല, പേടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ. പക്ഷെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കുമ്പോഴേ അവനൊരു കരച്ചിൽ കരയും, അവളും കരയും. കരയ്ക്ക് ഞാൻ അതെനിക്ക് കേൾക്കണോ അമ്മ, എനിക്ക് കേൾക്കണമെന്നൊക്കെ പറഞ്ഞു. ദാ ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാറുന്നു. അമ്മ എന്നിട്ട് ഇതൊക്കെ പിടിച്ച് മാറ്റാനായിട്ട് നോക്കുമ്പോൾ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ ചെല്ലും. അപ്പോഴേക്കും അമ്മയെ കൊല്ലാൻ പാകത്തിന് മകൻ ചെല്ലുന്നു. എൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നാലേ അത് ചോദിക്കാൻ ഞാനല്ലേ ഉള്ളൂ. അവൻ വന്നേക്കും അവിടെ കോളേജിലെ ക്യാൻറ്റീൻ നടത്താൻ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാനെന്ന് പറയുമ്പോൾ നീ അവളെ കൊന്നിട്ട് പോയാലല്ലേ, അവനെ കൊന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആർക്കാടെ നഷ്ടം? നിനക്ക് തന്നെ, നിനക്ക് ജീവപര്യന്തം കിട്ടും. അത് വേണോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്നെ എനിക്ക് തിരിച്ചടിക്കണ്ടേ, എല്ലാം കണ്ട് സഹിക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആവേശമല്ല ബുദ്ധിയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മ മോന് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക. അമ്മയും മോനും കൂടി ഇങ്ങനെ നിന്ന് ഭയങ്കരമായിട്ട് പ്ലാൻ ഒരുക്കുക കേട്ടോ. ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങോട്ട് ചെയ്യണം, ഇങ്ങോട്ട് ചെയ്യണമെന്നും പറഞ്ഞ്. നിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ഒന്നും നടക്കില്ല, ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ എന്താ അമ്മയുടെ മനസ്സിൽ? അവളില്ലേ സേതുവിൻ്റെ അനിയത്തി സ്വാതി എന്ന് പറയുന്നവള്, അവൾക്കൊന്നും എന്താ സേതുവിന് നോവത്തില്ലേ? വലിയേട്ടനല്ലേ, അനിയത്തിമാരുടെ പുതിയ രക്ഷകനല്ലേ. സ്വാതിക്ക് നോവണം, നീ നോവിക്കണം, അവളെ വേണം നീ തൊടാൻ. തൊട്ട് നോക്ക്, ആ സേതു വെരുകിനെ പോലെ കിടന്ന് ഓടുന്നത് നിനക്ക് കാണാം എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുവാണ് മകന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മകന് പുതിയ ഐഡിയ ഉദിച്ചു. ഞാനിത് എന്തുകൊണ്ട് ആലോചിച്ചില്ല അമ്മേ? ഇത് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. സ്വാതി ഈസിയാ, ഞാൻ വിചാരിച്ചാലേ പലതും നടക്കും എന്നിങ്ങനെ ഇന്ദ്രൻ പറയുന്നു. ഒരു വലിയേട്ടം വന്നിരിക്കുന്നു, കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ വെച്ചിട്ടുണ്ട്. ഞാൻ അവനിട്ട് സ്വാതിയെ ഒരു പമ്പരം പോലെ ഞാൻ ഈ ഉള്ളംകൈയിലിട്ട് കറക്കും, നോക്കിക്കോളാൻ പറഞ്ഞു. അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് കയറിപ്പോയി. അമ്മയും ജയിച്ച ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കുറുപ്പമാവനെയും അതുപോലെ തന്നെ പൂർണിമയും ആട്ടോ. അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം പറയാനും അറിയാനും ഒക്കെ ആയിട്ട് ആ തിരുമേനി വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹം വീട്ടിലേക്ക് വന്നു, കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു കൂടെയുള്ള ആളും ഉണ്ട്. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വന്ന് ഇറങ്ങി. ഈ സമയത്ത് നമ്മുടെ കുറുപ്പമാവൻ ഇറങ്ങിച്ചെന്നു, നമസ്കാരമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വന്നാട്ടെ തിരുമേനി. അപ്പോൾ വരണമെന്ന് ഇച്ചിരി നാളായിട്ട് ആലോചിക്കുകയാണ്, പക്ഷെ സമയമാവണ്ടേ, ഇന്ന് അതിനൊരു നിയോഗം ഉണ്ടായതെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ തിരുമേനി മാധവേട്ടനുള്ളപ്പോൾ ഇല്ലത്ത് ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പൂർണിമ. അപ്പോൾ ഉണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ജ്യോതിഷം നോക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു കൂടപ്പിറപ്പിന് തുല്യമായിട്ടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്താ പറയുക, മാധവൻ സാറിൻ്റെ മരണം അറിഞ്ഞപ്പോൾ തിരുമേനി ഉടുപ്പിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു തീർത്ഥയാത്രയായിരുന്നു, എന്താ ചെയ്യുക, അപ്പോൾ മരിക്കേണ്ട പ്രായമല്ലല്ലോ, എല്ലാം വിധി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു.
ഈ സമയത്ത് തിരുമേനി വരൂ, അകത്തേക്ക് വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകണു. അങ്ങനെ അദ്ദേഹം അകത്തേക്ക് കയറിയ സമയത്ത് അവിടെ ഫ്രണ്ടിൽ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കാലെടുത്ത് വെച്ചതും ആ നിലവിളക്ക് അങ്ങ് അണഞ്ഞു. ഇദ്ദേഹം അന്നേരം ഇങ്ങനെ നോക്കി കേട്ടോ. ആ നിലവിളക്ക് അണഞ്ഞതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എന്തോന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ പൂർണ്ണിമയും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറുപ്പമാവനും അത് ശ്രദ്ധിച്ചു. അച്ചു വേഗം ഇറങ്ങി വന്നു. ഈ സമയം ഈശ്വര എന്ന് പറഞ്ഞ് വിളിച്ച് നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവരകത്തേക്ക് കയറി പോകുന്നു. അദ്ദേഹം അവിടെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ മരണത്തിലേക്കുള്ള യാത്ര തന്നെയാണ് ജനനം എന്ന് പറയുന്നത്. വ്യക്തതയിൽ നിന്നും അവ്യക്തതയിലേക്കുള്ള ആ ഒരു യാത്രയാണ് മരണമെന്നല്ലേ കഴിഞ്ഞ ദിവസം മാധവനെ നാം സ്വപ്നം കാണുകയുണ്ടായി. സാധാരണ അത് പതിവുള്ളതല്ല. സ്വപ്നത്തിൽ മാധവൻ കരയുകയുണ്ടായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ പൂർണ്ണിമയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പം എന്തോ അനർത്ഥം സംഭവിച്ചു എന്നുള്ളൊരു തോന്നൽ, അതറിയണമെന്നൊരു തോന്നൽ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. കുഴഞ്ഞു വീണു മരിച്ചു അല്ലേ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു പൂർണ്ണിമയൊക്കെ. അതെ, ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ചാൽ മരിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കിയ കഥയല്ലേ, അതാവണം എന്നില്ലല്ലോ സത്യം എന്നീ തിരുമേനി പറയുന്നു. അപ്പോൾ പൂർണ്ണിമയും അതുപോലെ അച്ചുവും കുറുപ്പമ്മോനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ടല്ലോ, കണ്ടില്ലേ? വന്ന് കയറിയപ്പോൾ തന്നെ ഉമ്മർത്ത് വെച്ചിരുന്ന വിളക്ക് അത് അണഞ്ഞു പോയി. അപ്പോൾ അതൊരു ദുർനിമിത്തം തന്നെയാണ്, അത് അപശകുനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അച്ചുവൊക്കെ ഇങ്ങനെ ആകെ വല്ലാണ്ടായി നിൽക്കുക. രാശി വെക്കണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയണതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം കൂടെയുള്ള ആളോട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം വന്ന് ഇതെല്ലാം കബഡി നിരത്താനുള്ള എല്ലാം നോക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം എടുത്തു പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കബഡി വെക്കുന്നു, കബഡി നിരത്തുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പ്രാർത്ഥിച്ച് അദ്ദേഹം ഓരോന്ന് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ആ ഒരിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പൂർണ്ണിമയോട് പൂർണ്ണിമയുടെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവിട്ടമാണെന്ന് പറഞ്ഞു. മാധവേട്ടൻ്റെ വേണ്ടേ? അപ്പോൾ മാധവൻ്റെ വേണമെന്നില്ല, അറിയാം എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും ആ നക്ഷത്രം വെച്ചിങ്ങനെ കബഡി നിരത്തി നോക്കുക, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ എന്തൊക്കെയോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തി കബഡിയൊക്കെ നിരത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പ്രശ്നമാണല്ലോ കാണുന്നേ എന്ന് പറഞ്ഞു. പിന്നെ ഒരു പുകമറ തെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ഇങ്ങനെ പൂർണ്ണിമയോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് അച്ചു ഒന്നും മിണ്ടുന്നില്ല. അച്ചുവിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം. അപ്പോൾ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യം പറയണു അദ്ദേഹം. പിന്നെ പ്രശ്നരാശിയിൽ അത് തന്നെയാണ് പറയുന്നതെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് പൂർണ്ണിമ ഇങ്ങനെ ഞെട്ടി നിൽക്കുക. അങ്ങനെ അതിൻ്റെ കണക്കും കാര്യങ്ങളും എന്തൊക്കെയോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കുറേ. അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവുക തിരുമേനി, ഈ മോളുടെയാണെന്ന് പറഞ്ഞ് നമ്മുടെ കുറുപ്പമ്മാവൻ അദ്ദേഹത്തിനോട്. അപ്പോൾ ഇങ്ങനെ അച്ചു ഇങ്ങനെ ഒരു ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം ഇങ്ങനെ അച്ചുവിനെ നോക്കി. ജാതകം നോക്കിയോന്ന് ചോദിച്ചപ്പം നോക്കിയെന്ന് പറഞ്ഞു. രണ്ടാളുടെയും തലക്കുറി ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് നോക്കിക്കളയാം. അപ്പോൾ മോളുടെ ഇവിടെയുണ്ട്, പയ്യൻ്റെ അവരുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പം ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അപ്പോൾ വരുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ കാത്തിരിക്കാം, എനിക്ക് തിരക്കൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കുറുപ്പേട്ട പ്രതാപനെ ഒന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ പ്രതാപനോടൊന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അങ്ങോട്ടേക്ക് തലക്കുറിയായിട്ട് വരുന്നത് നമ്മുടെ പത്മജ. എന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു. ഇത് കൊടുത്തപ്പോൾ അവരെന്തിനായിരിക്കും വീണ്ടും ജാതകം ചോദിച്ചേ? എടി അതാ എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇന്ന് നമ്മൾ കാണിച്ച കള്ളത്തരമൊക്കെ അവർ തിരിച്ചറിഞ്ഞ് കാണുമെന്ന് ചോദിച്ചപ്പം എങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കില്ല. എടി കരുനാക്ക് വളച്ചൊന്നും പറയില്ല എൻ്റെ പത്മേ, നീ എന്ത് ഇങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിച്ചു. ഈ കല്യാണം നടക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ. അതുകൊണ്ടാണ് നിഖിലിൻ്റെ ശരിക്കുള്ള ജാതകം മാറ്റി ഞാനൊരു കള്ള ജാതകം തന്നെ എഴുതി ഉണ്ടാക്കിച്ചതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് അങ്ങനെ ഒരു ജാതകം ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഈ കല്യാണം ഉറച്ചത്. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ചെയ്തതിൽ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെന്ന് പ്രതാപൻ പറഞ്ഞു. എന്നാൽ പിന്നെ പോകണ്ടാന്ന് നോക്കിയ ജാതകം കാണാനില്ല എന്നെങ്ങാനും അറിയിച്ചാൽ പോരെന്ന് ചോദിച്ചപ്പം എടി അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ, നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ, വെറുതെ എന്തിനാണ് നമ്മൾ സംശയം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ എന്നിട്ട് അവിടെ നീ കള്ളജാതകമായിട്ട് പോവുക. ഈ സമയത്ത് അദ്ദേഹം അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നു. പ്രതാപൻ അന്നേരത്തേക്കും അങ്ങോട്ടേക്ക് വന്നു. ഇതും പിടിച്ചുകൊണ്ട് പറന്ന് കയറി വരിക. പ്രതാപം വന്ന് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ആ വിളക്കം കാണഞ്ഞു. അദ്ദേഹം ഒരൊറ്റ നോട്ടം അങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഇവൻ ആൾ ശരിയല്ല എന്നുള്ളത്. അങ്ങനെ അവിടെയുള്ള ദുർനിമിത്തങ്ങളും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അദ്ദേഹം ഭയങ്കരമായിട്ട് ഇങ്ങനെ വല്ലാതെ ആയിട്ടോ. ഈ സമയത്ത് പൂർണ്ണിമ ഇവരെല്ലാവരും ഇത് കണ്ടു. ഇവർക്കെല്ലാവർക്കും മൊത്തത്തിലൊരു ടെൻഷൻ പോലെ ആ വിളക്കണഞ്ഞതും കാര്യങ്ങളും ഒക്കെ. പ്രതാപൻ ഇതൊന്നും കൂസലാക്കാതെ വന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് വലിയത് കേട്ട്. ജാതകം ഒരു വട്ടം നോക്കിയതാ, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കല്യാണം തീരുമാനിച്ചത് എന്ന് പ്രതാപൻ.
പിന്നെയും നോക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പ്രതാപൻ്റെ വലിയ ഡയലോഗ്. അപ്പോൾ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിനെ അറിയില്ലേ പ്രതാപന് എന്ന് നമ്മുടെ കുറുപ്പമ്മാവൻ ചോദിച്ചു. ജ്യോതിഷത്തിലെ അഗ്രഗണ്യനാണെന്നും ഇവിടെ വരെ വന്നപ്പോൾ രണ്ടുപേരുടെയും ജാതകം ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്ന് നമ്മുടെ കുറുപ്പമ്മാവൻ പറഞ്ഞു. അതാ തന്നെ വിളിപ്പിച്ചതെന്നും പിന്നെ തിരുമേനി നോക്കി പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല എന്നും പറയുവാണ് നമ്മുടെ കുറുപ്പമ്മാവൻ. ഈ ജ്യോതിഷം എന്നൊക്കെ പറയുന്നതേ ഒരു തരം അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ നമ്മുടെ കുറുപ്പമ്മാവൻ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പ്രതാപൻ പറഞ്ഞു, അപ്പം ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്ന്. ദേ നിഖിലെ ജാതകം കയ്യിലുണ്ട്, കൊടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ ആ ജാതകം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം കൈ നീട്ടി. പക്ഷെ അദ്ദേഹം കൈ നീട്ടുന്നതിന് മുമ്പ് ഇത് താഴെ പോയി. ഇവർക്ക് ആകെ ഒരു വെപ്രാളം കയറി. അദ്ദേഹം ഇങ്ങനെ നോക്കുവാട്ടെ ഈ പ്രതാപനെ, മൊത്തത്തിൽ ഒരു വക അപശകുനവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പൂർണ്ണിമ ഇങ്ങനെ അച്ചുവിനെ നോക്കുക. അപ്പോൾ ദുർലക്ഷണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ കാണുന്നത്. ജാതകം കൈമാറുമ്പോൾ നിലത്ത് വീഴുക ഒട്ടും അത്ര ശുഭകരമല്ല കേട്ടോ ഇതെന്ന് നമ്മുടെ തിരുമേനി പറഞ്ഞപ്പോൾ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പം അത് താനല്ല തീരുമാനിക്കുന്നത് എന്ന് നമ്മുടെ പ്രതാപനോട് പറയുന്നു അദ്ദേഹം. അപ്പോഴാണ് നമ്മുടെ സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ കാണുക. പെട്ടെന്ന് തന്നെ സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. അപ്പോൾ എന്തോ സംഭവം? പെട്ടെന്ന് എത്തിയോ കാമുകനും കാമുകിയും എന്ന് ചോദിച്ചാൽ അവരെ അപമാനിക്കേ പ്രതാപൻ. ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി വന്ന് താമസിക്കുക, ലക്ഷണക്കേടിൻ്റെ കൂട്ടത്തിൽ ഇതും പെടുവല്ലോ അല്ലേ തിരുമേനിയെ എന്ന് പ്രതാപൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ താനൊന്നും മിണ്ടാതിരിക്കടോ എന്ന് പ്രതാപനോട്. അത് വാചാലത അത്ര നല്ലതല്ല എന്ന് പ്രതാപനോട് പറഞ്ഞു തിരുമേനി. അപ്പം അച്ഛൻ്റെ മരണത്തിൽ ചില സംശയങ്ങളുണ്ടെന്ന തിരുമേനി പറയുന്നതെന്ന് സേതുവിനോട് പൂർണിമ പറഞ്ഞു. മൊത്തത്തിലൊരു ഐശ്വര്യക്കേടുണ്ട് ഈ വീട്ടിലെന്ന് ഇദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാകാതിരിക്കും എന്ന് പറഞ്ഞു പ്രതാപൻ അന്നേരം വലിയ ഡയലോഗ് അടിക്കുക അവിടെ നിന്ന്. നാട്ടിലൊന്നും കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയല്ലേ ഈ കുടുംബത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞ് പ്രതാപൻ ആള് കളിക്കുമ്പോൾ തന്നോടല്ലേ സംസാരിക്കാതിരിക്കാൻ പറഞ്ഞു എന്ന് തിരുമേനി. എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. ആരാ മാധവൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് തിരുമേനി അന്നേരം ചോദിച്ചു. അപ്പം ഞാനാണെന്ന് സേതു പറഞ്ഞു, മകനാണെന്ന് പറഞ്ഞു. ആത്മാവിന് തൃപ്തിയില്ല എന്ന് പറയുകയാണ് അദ്ദേഹം. എനിക്ക് മേനോൻ്റെ മുറിയൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ കാണാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എഴുന്നേറ്റ് മുറി കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇതിലൊക്കെ എന്ത് ദുരൂഹതയുള്ളത്? ഒന്നുമില്ല, ചുമ്മാ പറയുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രതാപൻ പറയുന്നു. നാച്ചുറൽ ഡെത്ത്, കാർഡിയാക് അറസ്റ്റ്, എനിക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞു പ്രതാപൻ. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു. പക്ഷെ കാര്യമൊന്നുമില്ല, പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞത് പൂർണ്ണിമയ്ക്ക് അറിയാമല്ലോ. ഈ സമയത്ത് രാമ എന്ന് പറഞ്ഞ് കൂടെയുള്ള ആളെ വിളിച്ചു. അദ്ദേഹം കൂടെ ചെന്നു. ഈ തിരുമേനി റൂം മുഴുവനെല്ലാം നല്ല ഇതിൽ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ റൂമും കാര്യങ്ങളും ഇതെല്ലാം നോക്കി അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിന്നിങ്ങനെ ചിന്തിക്കുന്നു. കയ്യിൽ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിങ്ങനെ എന്തൊക്കെയോ രാശികളോ കാര്യങ്ങളോ ഒക്കെ നോക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ഇതെല്ലാം നോക്കുന്നതൊക്കെ കണ്ട് പ്രതാപൻ ഇങ്ങനെ വേണ്ടായിരിക്കുക. ഈ സമയത്ത് ഇതെന്താ സംഭവം എന്ന് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ കുറുപ്പമ്മാവനോട് ചോദിച്ചു. ആ സമയത്ത് എന്തോ നോക്കാനുള്ളൊരു ഉപകരണമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം പോലെ ഉണ്ട് കണ്ടിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ അദ്ദേഹത്തെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കലി വരുന്നുണ്ട് കേട്ടോ. അദ്ദേഹമാണ് ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുന്നു. ഇവിടെ അനുകൂല ഊർജം കുറവാണ്, മനസ്സിനും ശരീരത്തിനും ക്ഷീണമാകുന്ന വായുവാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ അതിപ്പോൾ ജനാല പറഞ്ഞിട്ടാ പോരെ, അതങ്ങ് പോയിക്കോളൂ എന്ന് പ്രതാപൻ. അദ്ദേഹത്തിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പ്രതാപനെ ഇവിടെ നാട്ടിച്ചിറക്കാതിരുന്ന ഭാഗ്യം. അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇവരെല്ലാവരും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ആ ഒരു ഇതുമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ റൂം മുഴുവനും ഇങ്ങനെ നടക്കുവാണ്, കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട്. അങ്ങനെ ഓരോ വശം ഇങ്ങനെ നോക്കി ഓരോരോ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പൊന്നുമടത്തിൽ വന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ മാധവൻ്റെ ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിലേക്ക് അദ്ദേഹം കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ചുറ്റിനും ഒന്ന് ശരിക്കും നോക്കി. അങ്ങനെ അതെല്ലാം നോക്കി അദ്ദേഹം അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു പൂജയുണ്ട്, അതിൻ്റെ ചാർത്തം എഴുതി തരാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പൂർണ്ണിമയും സമ്മതിച്ചു. അങ്ങനെ ഇതെല്ലാം നോക്കി അദ്ദേഹം അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മാധവൻ്റെ ഫോട്ടോ കിടക്കുന്നു നിലത്ത്, ഉരുണ്ട് താഴെ വീണു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ദുർനിമിത്തം വേഗം ഈ പ്രതാപനിൽ നിന്ന് അങ്ങ് ഉരുകാൻ തുടങ്ങി. പ്രതാപൻ്റെ എല്ലാം പൊളിയോ എന്നുള്ള പേടി. ഈ സമയത്ത് നമ്മുടെ പല്ലവി ഇങ്ങനെ പ്രതാപനെ തുറിച്ചു നോക്കുക. പല്ലവിക്ക് എന്തോ കാര്യം മനസ്സിലായിട്ടോ, ഇവൻ്റെ ഒരു വെപ്രാളവും ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് അവർക്കെല്ലാവർക്കും മനസ്സിലായി. ഈ സമയത്ത് ഈശ്വര എന്നും വിളിച്ച് നമ്മുടെ തിരുമേനി അങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി.
ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും മൊത്തത്തിലൊരു പേടിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ മാധവൻ്റെ ഒരു ഫോട്ടോ നിലത്ത് വീണല്ലോ, ആകെ പ്രശ്നമായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.